കേരളത്തിൽ ഇപ്പോൾ പ്രധാനമായും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പാരഡി ഗാനങ്ങളെക്കുറിച്ചാണ്. കാരണം അതിന്റെ വിവാദങ്ങൾ വരുന്നു. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ചു ഒരു അയ്യപ്പ ഭക്തിഗാനം പാരഡി ഗാനമായി ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ വിവാദം. ഈ വിവാദത്തെക്കുറിച്ചും അതിന്റെ നിയമവശങ്ങളെക്കുറിച്ചും ഇപ്പോൾ നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ അഡ്വക്കേറ്റ് എം.എസ്. സജി ചേരുന്നുണ്ട്. എന്താണ് ഈ ഒരു വിവാദം? യഥാർത്ഥത്തിൽ ഇതിന്റെ ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഇത് നിയമപരമായിട്ട് നിലനിൽക്കുക? അവർ പറയുന്ന പോലെ ഇതൊരു ഇത് ശരിക്കും ഒരു നിയമവിരുദ്ധമാണ്, അല്ലെങ്കിൽ ഒരു വിശ്വാസത്തെ ഹനിക്കപ്പെടുന്നതാണ് ഈ പാട്ട് എന്നൊക്കെയാണ് പറയുന്ന ഒരു വിഭാഗം. ഇത് നിലനിൽക്കുക അങ്ങനെ നിയമപരമായിട്ട്? ഒരു കാരണവശാലും നിലനിൽക്കില്ല. അത് കാരണം പാരഡി എന്ന് പറയുന്നത് എന്താണ് പാരഡി എന്ന് പറയുന്നത്? ഒരു ഹ്യൂമറസ് ഇമിറ്റേഷൻ ഓഫ് എ ലിറിക്സ്. ഒരു പാട്ടിന്റെ തമാശ രൂപേണയുള്ള സറ്റയറിക്കലായിട്ടുള്ള ഒരു ഇമിറ്റേഷനാണ് പാരഡി എന്ന് പറയുന്നത്. അതിൻ്റെ അത് സാധാരണ അതിൽ ട്യൂണാണ് ഉപയോഗിക്കുന്നത്, ലിറിക്സ് ഉപയോഗിക്കാറില്ല. സ്വാമി അയ്യപ്പ എന്ന് പറഞ്ഞ പാട്ടുണ്ടെങ്കിൽ ആ വാക്കുകളല്ല ഉപയോഗിക്കുന്നത്, പകരം അതേ ട്യൂണിൽ ഒരു തമാശ രൂപേണ ഉണ്ടാക്കുന്ന പാട്ടുകളെയാണ് ഹ്യൂമറസ് ഇമിറ്റേഷനാണ് പാരഡി എന്ന് പറയുന്നത്. അതിൽ ഒരു കുറ്റകരമായതോ അല്ലെങ്കിൽ ഒരു സിവിൽ നിയമപ്രകാരം നടപടി എടുക്കാവുന്നതായ യാതൊരുവിധ കേസും ഉത്ഭവിക്കുന്നില്ല. കാരണം നമുക്കറിയാം, ഇതിനു മുമ്പുള്ള എല്ലാ ഇലക്ഷനുകളിലും പ്രശസ്തമായ എല്ലാ ഗാനങ്ങളും എല്ലാ മുന്നണികളിലും എല്ലാ പാർട്ടിക്കാരും പാരഡിയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. വാക്കുകൾ മാറ്റും, നേതാക്കന്മാരുടെ പേരുകളൊക്കെ ചേർത്തിട്ടും അഴിമതി ആരോപണത്തോടെ അതേ മ്യൂസിക്കോട് കൂടിയിട്ട് ഇടത്തരം ഗായകർ സ്റ്റുഡിയോയിൽ വെച്ച് റെക്കോർഡ് ചെയ്ത് കൊടുക്കും. ഇത് മാത്രം അതൊരു വിവാദമാക്കി മാറ്റിയതിന്റെ പിന്നിലെ ലക്ഷ്യം എന്താണെന്നുള്ളത് അല്പം ദുരൂഹമാണ്. നമുക്കൊന്ന് ഓർമ്മിച്ച് നോക്കാം. വി ഡി രാജപ്പനെ നമ്മൾ ഓർമ്മയില്ലേ? കേരളത്തിൽ പാരഡി തടങ്കം ഉണ്ടാക്കിയതാരാണ്? 70കളുടെ അവസാനം മുതൽ 80കളിലും 90കളിലും പിന്നെ അദ്ദേഹം വലിയ സിനിമാ നടനായി മാറുകയും ചെയ്തു. 70കളിലും 80കളിലും 90കളുടെ ആദ്യ ഭാഗത്തൊക്കെ ഇറങ്ങിയ എല്ലാ സൂപ്പർ ഹിറ്റ് സിനിമകളും പാട്ടുകളും വി ഡി രാജപ്പൻ പാരഡിയാക്കി മാറ്റുകയും കേരളം മുഴുവൻ തരംഗമാവുകയും, കേരളം മാത്രമല്ല മലയാളികൾ എവിടെയുണ്ടോ ലോകം മുഴുവൻ അയാൾ സഞ്ചരിച്ച് പ്രോഗ്രാം നടത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. അന്നാർക്കും പരാതിയില്ലല്ലോ, വി ഡി രാജപ്പനെതിരെ പരാതിയില്ലല്ലോ. നമ്മുടെ ജയരാജ് വാര്യർ കാരിക്കേച്ചർ ചെയ്യാത്ത ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാക്കന്മാരോ സിനിമാ നടന്മാരോ സാഹിത്യകാരന്മാരോ ഉണ്ടോ? MT അഴീക്കോട് സാറ്, മമ്മൂട്ടി, മോഹൻലാൽ, ഭരത് ഗോപി, അച്യുതാനന്ദൻ, ഉമ്മൻചാണ്ടി എന്നുള്ള സമസ്ത AK ആന്റണി എല്ലാവരെയും ജയരാജ് 3.5 പതിറ്റാണ്ടായിട്ട് കേരളത്തിന്റെ വിദേശത്തുള്ള വേദികളിൽ ജയരാജ് ചെയ്യുന്നുണ്ട്, കാരിക്കേച്ചർ ചെയ്യുന്നുണ്ട്. ആദർശന്റെ ഒരുപാട് കാസറ്റുകൾ ഇറങ്ങി, ഒരുപാട് എത്രയോളം നമ്മൾ തന്നെ കേട്ടിട്ടുണ്ട്. മാവേലി കുമ്പത്ത് ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടം, അങ്ങനെയാണ് ഓണത്തിനിടെ പുട്ട് കച്ചവടം എന്ന് പറയുന്നത് ആചാരമാക്കി വേണമെങ്കിൽ അതിനെ വേദനിപ്പിച്ചു എന്ന് പറയാമല്ലോ. വളരെ അടിസ്ഥാനരഹിതമായ ഒരു കാര്യമാണ്. അയ്യപ്പ ഭക്തിഗാനം പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് എന്നുള്ള വീരമണിയുടെ ഒരു പാട്ടുണ്ട്, അതുമായിട്ട് സാമ്യപ്പെടുത്തിക്കൊണ്ടുള്ള പാട്ടാണ്, അല്ലെങ്കിൽ അതിന്റെ പാരഡിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രധാനമായും ഇപ്പൊ രംഗത്തുള്ളത് CPM ഉം BJP ആണ്. അതിപ്പം ആ കോമ്പിനേഷൻ എന്താണെന്ന് നമ്മൾക്ക് തന്നെ ആലോചിച്ച് നോക്കേണ്ടതാണ്. മറ്റൊരു കാര്യം ചോദിക്കട്ടെ, ഈ സ്വാമി അയ്യപ്പ എന്നുള്ള പാട്ട് എന്നാ വന്നത്? ആരാ എഴുതിയത്? അതിന്റെ ഒരു ലിറിക്സ് ആളുകൾ ആരാ? അതിന്റെ ലിറിക് എഴുതിയ ആളാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് മ്യൂസിക് കൊടുത്ത ആരാണ്? സ്വാമി അയ്യപ്പ എന്ന് പറഞ്ഞ ജപമാല എന്ന് പറഞ്ഞിട്ട് പുത്തഞ്ചേരി എഴുതിയൊരു കാസറ്റുണ്ട് 99. അതിൽ സ്വാമി അയ്യപ്പ MG ശ്രീകുമാറിന്റെ 2011 S രമേശൻ നായർ സ്വാമി അയ്യപ്പ എന്ന് പറഞ്ഞ പാട്ട് എഴുതിയിട്ടുണ്ട്. സ്വാമി അയ്യപ്പോ എന്ന് പിന്നെ പറയാതെ ശബരിമല പാട്ട് എഴുതാനാവോ? ഇതൊന്നും കൃത്യമായ ഒരു ഓതർ ആരാണ്, ആ റൈറ്റർ ആരാണ്, യഥാർത്ഥത്തിൽ ആദ്യം കമ്പോസ് ചെയ്ത ആരാണെന്നൊക്കെ കുറിച്ച് വല്ല തെളിവുകളുണ്ടോ? ഇല്ലെന്നേ. ഇതൊരു വടക്കൻ പാട്ടുകളൊക്കെ മാതിരി പാടിപ്പാടി പതിഞ്ഞ് കുറച്ച് പതിറ്റാണ്ടുകളായി പാടിപ്പാടി പതിഞ്ഞു പോയ സാധനങ്ങളാണ്. നമുക്ക് അതുപോലെ പ്രശസ്തമായ ഒരു പാട്ടാണല്ലോ ഹരിവരാസനം. ശബരിമലയിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പാട്ടാണ് അയ്യപ്പ ഭക്തിഗാനങ്ങളിൽ. 1975 സ്വാമി അയ്യപ്പ എന്നുള്ള സിനിമയിലല്ലേ മലയാളി അത് സത്യത്തിൽ ജനകീയമായി കേൾക്കുന്നത്. അതെ, അത് പാടി യേശുദാസ് ആയതുകൊണ്ടും അതിന് സംഗീതം അന്ന് ആ സിനിമയിൽ സംഗീതം പകർന്നത് G. ദേവരാജ മാസ്റ്റർ ആയതുകൊണ്ടുമാണ്. സത്യത്തിൽ ഈ ഹരിവരാസൻ ആരാണ് എഴുതിയത്? കൊന്നകത്ത് മാധവിയമ്മയാണ് എന്നൊരു വാദമുണ്ട്. അതല്ല, കൊളത്തൂർ ശ്രീനിവാസ് അയ്യർ എന്ന് പറയുന്ന കവിയാണെന്ന് പറയുന്നത് മറ്റൊരു വാദമുണ്ട്. അതിന്റെ ഓതർ ആരാന്നറിയില്ല, അതിന്റെ മ്യൂസിക് ഡയറക്ടർ ആരാന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. ഇപ്പം നിരവധിയായ എഴുത്തുകാരും നിരവധിയായ കമ്പോസർമാരും മ്യൂസിക് ഡയറക്ടർമാരും ഇത്തരം പാട്ടുകളൊക്കെ കാലാകാലങ്ങളിൽ മാറി മാറി ഉപയോഗിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, രാഷ്ട്രീയക്കാർ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. ശബരിമല ഈസ് എ സെക്യുലർ പ്ലേസ് അല്ലേ? ആണല്ലോ. ശബരിമല എന്ന് പറയുന്നത് യേശുദാസ് എല്ലാ വർഷം പോകുന്നത് എന്തുകൊണ്ടാണ്? ശബരിമല ക്രിസ്ത്യാനിക്ക് പോകാവുന്നതുകൊണ്ടാണ്. യേശുദാസ് എന്തുകൊണ്ടാണ് ഗുരുവായൂർ പോകാത്തത്? അവിടെ ക്രിസ്ത്യാനിക്ക് അന്യമതക്കാർ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അവിടെ കച്ചവടം നടത്തുന്ന മുഴുവൻ വർഗീസ് സ്വാമിയും മാത്യു സ്വാമിയും ഒക്കെ നമുക്കറിയാമല്ലോ. ശബരിമലയുടെ കച്ചവടക്കാർ മുഴുവൻ ക്രിസ്ത്യാനികളാണ്. എരിമലിന്ന് പേട്ടോളി വാവരുടെ അടുത്തു നിന്നാണ് പോകുന്നത്. അപ്പോൾ ഇറ്റ്സ് എ സെക്യുലർ പ്ലേസ്. മലയാളിയുടെ ഒരു സെക്യുലർ ആചാര സ്ഥാനമാണ്, ഒരു പ്രാർത്ഥന സങ്കല്പമാണ് ശബരിമല അയ്യപ്പൻ എന്ന് പറയുന്നത്.
അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് ആരുടെ വികാരത്തെയാണ് ഗുണപ്പെടുത്തിയത്? ഹിന്ദുവിന്റെ ആണോ, മുസ്ലിമിന്റെ ആണോ, അതല്ലെങ്കിൽ ക്രിസ്ത്യാനിയുടെ ആണോ? എല്ലാവരുടെയും സ്ഥലമല്ലേ? എല്ലാവരുടെയും സ്ഥലമാണെന്ന് പറയുകയും ശബരിമല അയ്യപ്പൻ മതകാരം എന്തൊരു നോൺസെൻസ് ആണ് ഈ പറയുന്ന കാര്യം. ഇത് നിയമപരമായിട്ട് ഇപ്പോൾ ഈ പാരഡി ഗാനത്തിനെതിരെ നിയമപരമായിട്ട് കോടതിയെ സമീപിക്കുകയാണെങ്കിൽ അങ്ങനെ ശരിക്കും ഇതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ പാരഡി ഗാനങ്ങളും കൂടെ. അത് കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ നിയമപരമായി എന്താണ് ഇതിനകത്ത് ചെയ്യാൻ കഴിയും? നിലനിൽക്കില്ല. ഈ പാരഡി എന്ന് പറയുന്നത് അന്താരാഷ്ട്രപരമായിട്ട് തന്നെ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കലാരൂപമാണ്. വളരെ പ്രശസ്തരായിട്ടുള്ള യാക്നോവിക്കിനെ പോലെയുള്ള ആളുകൾ, അലൻ ഷെർമനെ പോലെയുള്ള ആളുകൾ, ലോകപ്രശസ്തരായ പാരഡി പാട്ടുകാരുണ്ടെന്നേ. അതിവിടെ മാത്രമുള്ള സംഗതിയല്ല. പാരഡി എന്ന് പറയുന്നത് വലിയ സെലിബ്രിറ്റികളുണ്ട് പാരഡി രംഗത്ത്. അതൊന്നും അറിയാതാണ് ഇവർ പറയുന്നത്. മറ്റൊന്ന്, ഇതൊക്കെ സംരക്ഷിക്കേണ്ട കോപ്പിറൈറ്റ് നിയമങ്ങളാണ്. കോപ്പിറൈറ്റ് ആക്ടിലെ ഒരു സ്ഥലത്തും പാരഡി പാട്ടുകളെ കുറിച്ച് ഒരു ഒഫൻസ് ആണെന്നോ അല്ലെങ്കിൽ ഒരു സിവിൽ വയലേഷൻ ആണെന്നോ ഒരു സ്ഥലത്തും പറയുന്നതായി കാണുന്നില്ല. മാത്രവുമല്ല, ഫെയർ യൂസ് എന്ന് പറയുന്ന ഒരു തത്വപ്രകാരം അമേരിക്കയിൽ ഇത് പ്രൊട്ടക്റ്റഡ് ആണ്, എന്നുവെച്ചാൽ അനുവദനീയമാണ്. ഇംഗ്ലണ്ടിലും ഇന്ത്യയിലും അനുവദനീയമാണ്. അതിന് ഫെയർ ഡീലിംഗ് എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ഫെയർ ഡീലിംഗ് ആൻഡ് ഫെയർ യൂസ് എന്ന് പറയുന്നത് കോപ്പിറൈറ്റ് വയലേഷന്റെ എക്സെപ്ഷനാണ്. എന്നുവെച്ചാൽ കോപ്പിറൈറ്റ് പരിരക്ഷയുടെ പേരിലുള്ള നിയമ നടപടികൾ പാരഡി പാട്ടുകൾക്ക് എടുക്കാൻ കഴിയില്ല. അപ്പോൾ നിയമപരമായി കേസ് മെയിൻറ്റൈനബിൾ അല്ല. വിവാദമുണ്ടാക്കി മറ്റെന്തോ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചില മതവികാരം ഗുണപ്പെട്ടു എന്ന് പറയുന്ന ആളുകൾ ഇപ്പോൾ ഈ സമൂഹത്തിൽ ഏറ്റവും പെട്ടെന്ന് ആളുകൾ അങ്ങോട്ട് വയലന്റ് ആവുകയും വികാരഭരിതരാവുകയും വിശ്വാസം പൊടിയൊക്കെ ചെയ്യുന്ന മതവികാരം ഗുണപ്പെട്ട് ഇത് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർ ഇത് ചെയ്യുന്നതിൽ വളരെ ഒന്നാമത്തെ കാര്യം അജ്ഞതയാണ്. വളരെ ഇതിട്ടങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റക്കേറി കുത്തിക്കോളും, നാട്ടുകാരും അണികളും അവരുടെ പറയുമെന്നുള്ള ഭയങ്കര ഒരു ഇല്ലിറ്ററസി നമ്മുടെ പൊളിറ്റിക്കൽ കക്ഷി രാഷ്ട്രീയ ഭേദം തന്നെ ഒരു അജ്ഞത, ഇല്ലിറ്ററസി എന്ന് വെച്ചാൽ എഴുതാനും വായിക്കാനും അറിയില്ല എന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പോലും അറിയാത്ത ആളുകളാണ് നേതൃത്വത്തിൽ പലരുമുള്ളത്. ഇവർ ആളുകളെ ഇളക്കി വിടാൻ വേണ്ടിയിട്ട് ഓരോന്നും അടിച്ചു വിടുകയാണ്. നിയമപരമായി ഒരിക്കലും ഇത് നിൽക്കില്ല. ഈ പാരഡിസ്റ്റുകൾ എന്നാണ് പറയുന്നത്. പാരഡിസ്റ്റുകൾ എന്ന് പറയുന്നത് ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. ലോകപ്രശസ്തരായ ആളുകളുടെ പേര് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് പിന്നെ ഇത് എക്സെപ്ഷനിലാണ്. ഫെയർ യൂസ് ആൻഡ് ഫെയർ ഡീലിംഗ് എന്നുള്ള പേരിൽ കോർപ്പറേറ്റ് നിയമങ്ങളുടെയും സംരക്ഷണമില്ല. ഈ രണ്ട് പാട്ടുകളുടെയും ഓതർഷിപ്പ് ആരാണ്, കമ്പോസർ ആരാണ്? ഞാൻ മുമ്പേ പറഞ്ഞ സ്വാമി അയ്യപ്പനായാലും സ്വാമി അയ്യപ്പോ ആയെങ്കിലും ഹരിവരാസനാണെങ്കിലും അത്തരം പാട്ടുകളിലൊക്കെ തന്നെ അതിന്റെയൊക്കെ ഓതേഴ്സ് ആരാണ്, കമ്പോസേഴ്സ് ആണെന്ന് കൃത്യമായി കണ്ടുപിടിക്കട്ടെ ആദ്യം. എന്നിട്ട് നമുക്ക് വയലേഷൻ ഉണ്ടാക്കാമെന്ന് പറയട്ടോ. ഡിവോഷണൽ സോങ് അതിപ്പോ ഏത് വിഭാഗത്തിന് ഏത് വിഭാഗത്തിന്റെ ആണെങ്കിലും അത്തരത്തിലുള്ള ഭക്തിഗാനങ്ങൾ നമ്മളൊരു പാരഡി മൂഡിലേക്ക് ചെയ്യുന്നത് ശരിക്കും അത് വിശ്വാസത്തെ ബാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് അതിനെ നിയമപരമായി നേരിടാൻ കഴിയില്ലല്ലോ. ഒരിക്കലും പറ്റില്ല. ഒരു പാരഡി പാട്ട് കേട്ടിട്ട് ആരുടെ വിശ്വാസം കുറയാൻ പോകുന്നത്? ഇന്ന് മാത്രമല്ല, ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങൾ എടുക്കാമോ? ഒരു എക്സാമ്പിൾ, ഏറ്റവും പ്രശസ്തമായ ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങൾ മുഴുവൻ എഴുതിയിരിക്കുന്നത് ക്രിസ്ത്യാനികളല്ല. വയലാറാണ്. പവന ആറ്റിടെ എഴുതിയത് പി ഭാസ്കരൻ മാഷാണ്. യൂസഫ് അലി കച്ചേരിയാണ്. ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയിട്ടില്ല. വീണ്ടും ചില വീട്ടുകാര്യങ്ങളിൽ ബിച്ചു തിരുമല എഴുതിയിട്ടുണ്ട്. വയലാറും ഭാസ്കരൻ മാഷും എത്രയോ എഴുതിയിട്ടുണ്ട്. കന്യാമറിയമേതായ നമുക്കറിയാവുന്ന മലയാളി കൊണ്ടു നടക്കുന്ന ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങളിൽ 90% എഴുതിയത് ക്രിസ്ത്യാനികളല്ലാത്തവരാണ്. ഹിന്ദുക്കളും മുസ്ലിംസുമാണ്. അതിന്റെ പേരിൽ ആരെങ്കിലും മതകാരം ഗുണപ്പെട്ടോ? അത് മുഴുവൻ പള്ളികളിൽ പാടുന്നുണ്ടല്ലോ. എല്ലാ പള്ളികളിലും എല്ലാ ക്രിസ്ത്യൻ ചടങ്ങുകളിലും ആചാരങ്ങളിലും ഈ ക്രിസ്ത്യാനി അക്രൈസ്തവരുടെ രചനകളാണ് ഉപയോഗിച്ചുകൊണ്ട് മ്യൂസിക് ഇട്ടതും. ദേവരാജൻ മാഷും ബാബുരാജും ഒക്കെ അല്ലേ? ഭവന മാഷിന്റെ മ്യൂസിക് ഇട്ട് ബാബുരാജ് മാഷ് മുസ്ലിമായിരുന്നു, ബാബുരാജൻ. അപ്പൊ ഇതൊക്കെ അന്നൊന്നും ഇല്ലാത്ത വികാരം ഇന്ന് ഇങ്ങോട്ട് വരുന്നത് എന്താ? രാഷ്ട്രീയ പ്രേരിതമാണത്. മൂന്നാംകിട രാഷ്ട്രീയ പ്രേരിതമാണ്. നിയമത്തിന്റെ യാതൊരു പരിരക്ഷയോ പിന്തുണയോ ഇത്തരം ആരോപണങ്ങൾക്കില്ല. മാത്രവുമല്ല, ഭരണഘടന അനുശാസിക്കുന്ന റൈറ്റ് ടു എക്സ്പ്രഷൻ, നമ്മുടെ ഒരു ഭരണഘടന അനുവദിക്കുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്. മൗലിക അവകാശങ്ങളുടെ ലംഘനമാണ് ഇതിലൊക്കെ പോയി ഇടപെടുന്നത്. അല്ലെങ്കിൽ ഒരു വ്യക്തിയെക്കുറിച്ച് വളരെ ഡാമേജിംഗ് ആയിട്ടുള്ള പാരഡി പാട്ടാണ്, ദീഫാമേഷൻ. ഒരാളെ അപമാനിച്ചുകൊണ്ട് ക്യാരക്ടർ അസാസിനേഷൻ നടത്തുന്ന, സ്വഭാവഹത്യ നടത്തുന്ന, ഒരു ദൈവം എന്നുള്ള സങ്കല്പത്തെ ഡൈറ്റിയെ സ്വഭാവഹത്യ എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സ്വഭാവഹത്യ ചെയ്യുന്ന രീതിയിൽ ഉള്ള പാടിയാണെങ്കിൽ സ്പെസിഫിക് ആണ്. ആ വ്യക്തിയെ ഉദ്ദേശിച്ചുകൊണ്ടാണെന്ന് ആർക്കും മനസ്സിലാവും. ഒരു സമൂഹത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണെന്ന് ആർക്കും മനസ്സിലാവും. ഒരു രാഷ്ട്രീയ പാർട്ടികളെ ഉദ്ദേശിച്ചുകൊണ്ടാണെന്ന് ആർക്കും മനസ്സിലാവും. അത്തരം പദപ്രയോഗങ്ങളൊന്നുമില്ലാത്ത ഒരു ഹാസ്യ ഗാനം എന്നതിനപ്പുറം ഇതിനൊരു പ്രശ്നം. ഞാനത് ടെലിവിഷനിൽ ഒന്നുകൊണ്ടാണ് ആ പാട്ട് ഇങ്ങനെ കേട്ടു. അതിപ്പോൾ വലിയ വൈറലാണല്ലോ. കേട്ടു. അത് അങ്ങനെ അതിനെ ആ ഒരു സ്പിരിറ്റിലെടുക്കുക എന്നല്ലാതെ അതിന്റെ പുറകെ നിയമ നടപടികളുമായിട്ട് പോകുന്നത് ഇവർക്കൊന്നും കനപ്പെട്ട മറ്റ് ചിന്തകളില്ല. ആഴത്തിലുള്ള വേറെ പദ്ധതികളും പരിപാടികളും ഇല്ല. വെറും വോട്ട് ബാങ്ക്. അതിന് മനുഷ്യനെ എങ്ങനെ വിഭാഗീകരിക്കാം.
മനുഷ്യനെ എങ്ങനെ പല തട്ടുകളിൽ തിരിച്ച് പരസ്പര ശത്രുക്കളാക്കി മാറ്റാം എന്നുള്ള ഉത്തരവാദിത്തരഹിതമായ ഒരു ആരോപണം മാത്രമാണിത്. അബ്സല്യൂട്ട്ലി നോ ലീഗൽ ബേസ്. അന്താരാഷ്ട്ര നിയമങ്ങളാവട്ടെ, കോർപ്പറേറ്റ് നിയമങ്ങളാവട്ടെ. ഞാൻ മുമ്പേ പറഞ്ഞു പോയല്ലോ, മൺമറഞ്ഞു പോയ വി ഡി രാജപ്പൻ, അദ്ദേഹമാണ് പാരഡിയുടെ ഏറ്റവും വലിയ എക്സാമ്പിൾ. ഇപ്പോൾ 3 പതിറ്റാണ്ടായിട്ട് ജയരാജ് വാര്യരെ പോലുള്ള ആളുകൾ, എത്രയോ മിമിക്രി ആർട്ടിസ്റ്റുകൾ, കൊച്ചിൻ കലാഭവൻ മുതലുള്ള എത്രയോ അവരൊക്കെ പാരഡി ഗാനങ്ങളും മിമിക്രികളും ഒക്കെ ആയിട്ട് പോകുന്ന ആളുകളാണ്. ഇതിനെയൊക്കെ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു സ്പിരിറ്റ് അത് ചെയ്യാതിരിക്കുന്നിടത്തോളം നമ്മുടെ സമൂഹവും നേതൃത്വം അധപ്പതിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. താങ്ക് യു. എന്തായാലും വളരെ കൃത്യമായി തന്നെ അതിന്റെ നിയമവശങ്ങളും അതിന്റെ സാംസ്കാരിക തലത്തിലും അതുപോലെ തന്നെ പാരഡി ഗാനങ്ങൾ എത്രത്തോളം നമ്മുടെ സമൂഹത്തിൽ ആളുകൾ സ്വാധീനിക്കപ്പെടുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. ഇതൊക്കെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. അതിനെ ഒരു കാരണവശാലും അതിനെ നിയമപരമായോ അല്ലെങ്കിൽ ഒരു പ്രത്യേക രാഷ്ട്രീയ താൽപര്യത്തിന്റെ പേരിലോ അതിനെ നിരോധിക്കാനോ അല്ലെങ്കിൽ അത് റദ്ദാക്കാനോ തടയാനോ കഴിയില്ല എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് MS സജി പറയുന്നത്. ക്യാമറാമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം S വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്.